നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. CW1 ദാമോദരൻ പോറ്റി, ബാക്കി എല്ലാവരും പുറത്തിറങ്ങി നിൽക്കൂ. ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ഈശ്വരൻ സാക്ഷിയായി കോടതി മുൻപാകെ സത്യം മാത്രം ബോധിപ്പിച്ചോളാം. നിങ്ങളുടെ വക്കീൽ എവിടെ? ബഹുമാനപ്പെട്ട കോടതി വക്കീലില്ല, സ്വന്തമായിട്ട് വാദിച്ചോളാം. ശരി. ചീഫ്, എന്താണ് ജോലി? ഞാൻ മേൽക്കാവ് ഹനുമാൻ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. സംഭവം എല്ലാം അറിയാമല്ലോ അല്ലേ? അറിയാം. എന്താണെന്ന് വിശദമായി പറഞ്ഞോളൂ. ഞാൻ മേൽക്കാവ് ഹനുമാൻ ക്ഷേത്രത്തിന് സമീപമാണ് താമസം. 2/1/2020 പുലർച്ചെ പതിവ് പോലെ ഞാൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ വളപ്പിനകത്ത്... നിർത്തി പറയൂ, കോടതിക്ക് എഴുതിയെടുക്കാനുള്ളതാണ്. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ കുറേ ആളുകൾ കൂടിയിരിക്കുന്ന കണ്ടു. എന്താണെന്ന് നോക്കിയപ്പോൾ സന്യാസിയുടെ വേഷത്തിൽ ഒരാൾ ആൽത്തറയിലിരിക്കുന്നു. ക്ഷേത്രനട തുറക്കാൻ സമയമായതുകൊണ്ട് ഒന്ന് നോക്കിയ ശേഷം ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിന് ശ്രീകോവിൽ തുറന്നപ്പോൾ എൻ്റെ ഭഗവാനെ, ഭഗവാൻ അവിടെ കാണാനില്ലായിരുന്നു. എന്റെ ആഞ്ജനേയ, ഭഗവാൻ അവിടെ കാണാനില്ല. ഓടി പൊളിഞ്ഞ് കിടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആൽത്തറയിലിരുന്ന സ്വാമിയുടെ സഞ്ചിയിൽ നിന്ന് വിഗ്രഹം കണ്ടെത്തി. എന്നിട്ട് എൻ്റെ മൊഴിയെടുത്ത് മജിസ്ട്രേറ്റ് തയ്യാറാക്കി കള്ളനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അങ്ങ് കൊണ്ടുപോയി. പ്രതിയെ നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയൂ? അറിയും. ഇവിടെ ഈ കൂട്ടത്തിലെങ്ങാനും ഉണ്ടോ? ആ നിൽക്കുന്ന ആളാണ്. അന്ന് പോലീസ് കണ്ടെടുത്ത വിഗ്രഹം കച്ചിട്ട് പ്രകാരം നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചായിരുന്നു? വാങ്ങിച്ചായിരുന്നു. നിത്യപൂജയുള്ളതാണ്. ആ ഫോട്ടോ തരും. വിഗ്രഹം കണ്ടാൽ തിരിച്ചറിയുമോ? വിഗ്രഹത്തിൻ്റെ ഫോട്ടോയാണിത്. ഏത് ഉറക്കത്തിൽ കണ്ടാലും ഞാൻ തിരിച്ചറിയും. എൻ്റെ അഞ്ജനേയ ഭഗവാനെ. ഫോട്ടോഗ്രാഫ് മേ ബി മാർക്ക്ഡ് ആസ് P1. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ക്രോസ്, നിങ്ങൾക്ക് ഈ സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. തിരുമേനി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? സമാവർത്തനം കഴിഞ്ഞ സമയം തന്നെ പൂജ ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ തന്ത്രമന്ത്രാദികൾ നല്ല നിശ്ചയമായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കീർത്തി കേട്ട ശക്തിമുഖ ഹനുമാനെ പൂജിക്കാൻ അവസരം ലഭിക്കില്ലല്ലോ. ശക്തിമുഖ ഹനുമാന്റെ ധ്യാന ശ്ലോകം ഏതാണ്? പരസ്യമായ ഒരു വേദിയിൽ മന്ത്രം ഒരാളുടെ ശങ്ക മാറ്റാനെ ചൊല്ലുക പതിവില്ല. മൂലമന്ത്രം ചൊല്ലാനല്ലേ തടസ്സമുള്ളൂ? ധ്യാനമന്ത്രം ആർക്കും ചൊല്ലാമല്ലോ. അഞ്ജനാ ചന്ദനം വീരം ജാനകി ശോകനാശനെ കബീഷം അക്ഷഹന്താരം വന്ദേ ലങ്ക. ഭയങ്കരം. അഞ്ജന ചന്ദനം വീരം എന്നാണോ അഞ്ജന നന്ദനം വീരം എന്നാണോ? അഞ്ജനാദേവിയുടെ നന്ദനനായ മകനായ വീര ഹനുമാൻ, അങ്ങനെയല്ലേ തിരുമേനി? അങ്ങനെയും ചൊല്ലി കേട്ടിട്ടുണ്ട്. ആഞ്ജനേയ അതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം അല്ലേ? ഇതെന്താ അന്താക്ഷരി കളിക്കുകയാണോ അതോ അക്ഷരശ്ലോക മത്സരം? കാവ്യ കേളി. അവിടുന്ന് തങ്ങുന്നത് എവിടെയാണ്? ക്ഷേത്രമക മഠത്തിൽ. ഒറ്റയ്ക്കാവും? കുടുംബം കൂടിയുണ്ട്. ഈ കുടുംബം എന്ന് പറയുമ്പോൾ അകത്തുള്ള ആളും മക്കളും, ഭാര്യയും മക്കളും. ദേവൻ ചൈതന്യക്ഷയ നിമിത്തം ക്ഷേത്രം വിട്ടു പോയിരിക്കുന്നുവെന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുന്നു. കാരണം പൂജാരി നിത്യബ്രഹ്മചാരി അല്ല എന്ന് പറയുന്നു. ശക്തിമുഖ ഹനുമാന്റെ വിഗ്രഹം തന്നെ ആൽത്തറയിൽ പോയിരുന്നെന്നാണ്. ദൈവകാര്യങ്ങളിൽ മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾ സഞ്ചരിച്ചതിനും തെളിവുണ്ട്. പ്രത്യക്ഷമായതിനും തെളിവുണ്ട്, അപ്രത്യക്ഷമായതിനും തെളിവുണ്ട്. പാല് കുടിച്ചതിന് തെളിവുണ്ട്. സ്വയംഭൂവായ വിഗ്രഹങ്ങളുമുണ്ട്. അതൊക്കെ ഐതിഹ്യങ്ങളല്ലേ, സോളിഡ് പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങൾ. ഭക്തനെ സംബന്ധിച്ച് വിശ്വാസമാണ് പ്രധാനം. കോടതിയിൽ സാക്ഷി പറഞ്ഞതിനെതിരെ കൗണ്ടർ ചെയ്യാം, അതിനുള്ള തെളിവുകൾ നിരത്താം. ശ്രീകോവിലിൽ വിഗ്രഹം കാണാതെ പുറത്തിറങ്ങിയ താങ്കൾ എൻ്റെ സമീപത്ത് വിഗ്രഹം കണ്ടു എന്നാണ് പറഞ്ഞത്. അതെ. ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയായിരുന്നു വിഗ്രഹം? ഇത്ര ദൂരം വരും.
നിങ്ങൾ എന്താ ഈ പറയണേ? അത്രയുണ്ടോ? അല്ല, അദ്ദേഹം പറയട്ടെ സാർ. ദാ, ഇത്ര 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 ദൂരം അളവ് എത്ര? ഒരു 2 മീറ്റർ വരുമായിരിക്കും. 2 അടി എന്നല്ലേ ഉദ്ദേശിച്ചത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. സാക്ഷിക്ക് ഉത്തരം കൊടുക്കാൻ പാടില്ല. 2 മീറ്റർ എന്നാണ് സാക്ഷി പറഞ്ഞത്. ആ ദൂരം ഒന്ന് അളക്കൂ. അളക്കുന്നത് അടുത്ത് വന്ന് കാണാൻ അനുവദിക്കണം യുവർ ഓണർ. ഐ ഒബ്ജക്ട്. സാക്ഷിക്ക് അത് ബുദ്ധിമുട്ടാവും. ഹി മേ ഇന്റിമിഡേറ്റ് ഓർ ഇൻഫ്ലുവൻസ് ദ വിറ്റ്നസ്. നോ, ലെറ്റ് ഹിം കം ആൻഡ് ക്രോസ് എക്സാം. ദാറ്റ്സ് ഹിസ് റൈറ്റ്. അളന്നോളൂ. സർ 1.65 മീറ്റേഴ്സ്. 1.65 മീറ്റേഴ്സ്. ആ, 2 മീറ്റർ അടുത്തുണ്ടല്ലോ. 5.4 അടി വന്നു. ആ, മഹാനുഭാവൻ പറഞ്ഞത് 2 അടി എന്നാണ്. He is not competent to gauge the distance. Accused made him confused. പോറ്റി, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് കോടതിയോട് പറയാം. മഹാനുഭാവന്റെ വെഞ്ഞാർത്ത് എനിക്ക് മനസ്സിലാഞ്ഞിട്ടൊന്നുമല്ല. കോടതിയായി പോയി. അളന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അവിടെ പോയി നിന്നോളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നീളം, വണ്ണം, ഉയരം എന്നീ 3 മാനങ്ങളുള്ള ഒരു ഖരരൂപം മാത്രമായാണ് ഇദ്ദേഹം വിഗ്രഹത്തെ കണ്ടത്. വിഗ്രഹത്തിൻ്റെ കാലം എന്ന 4-ാം മാനവും ആത്മീയം എന്ന 5-ാം മാനവും കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് വിഗ്രഹമോഷണം പോയതെന്ന് ഇദ്ദേഹം പറയുന്നത് എന്ന് പറയും.